അല്ല മുകേഷ് ഏട്ടൻ അവിടെ ഉണ്ടാവോ? ഉണ്ടാവും. ഞാന് രാവിലെ ഭാര്യനെ കൂട്ടി അമ്പലത്തിൽ പോകണ്ടീനു. ഉണ്ടാവും. അല്ല പ്രൈസേട്ടാ, എന്താപ്പത്? അല്ലടോ, ഈ ചങ്ങായി രാവിലെ തുടങ്ങിയോ തിരുവോണായിട്ട്. ഈ നായ്ക്ക് എവിടെ നിന്ന് കിട്ടിയ സാധനം? വല്ലാത്തൊരു പഹയൻ ഞാൻ കളിക്കണ കളിയൊക്കെ. ഇത് രാവിലെ മുതൽ തുടങ്ങി ഇപ്പൊ അല്ലാതെ ശരിയാവുന്നില്ലോ. കുറെ പ്രാവശ്യം കൊടുക്കും. ഈ ഡിസൈൻ അങ്ങോട്ട് ശരിയാക്കിട്ടാൽ സൂപ്പറായി അടിപൊളിയാ. എന്താ ഒന്നുമില്ല, ഓണക്കല്ലേ. എന്റെ പെഗിട്ട് വരാൻ ഈ പോര്. പെഗോ? ഓണത്തിനോ? അത് കേക്കണ്ട. എടാ തിരുവോണത്തിന് ആരും വെള്ളം അടിക്കോ? വേണ്ട, തിരുവോണത്തിന് ഈ പായസം കുടിക്കാന്നാല്. എടാ അതല്ലെന്ന്. പിന്നെ തിരുവോണം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചത്? രണ്ടാഴ്ച ഈ പറഞ്ഞ തിരുവോണം എന്താണ് എന്നുള്ളത്. രാവിലെ എണീച്ച് അമ്പലത്തിലേക്ക് അമ്പലത്തിൽ ഞങ്ങളും പോയിക്കും. പോയില്ലേ? അമ്പലത്തിലേക്ക് പോയി വീട്ടിലേക്ക് വന്ന് അവിടെ നമ്മളെ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് എല്ലാവരും അമ്മേനെയും എന്റെ വൈഫിനൊക്കെ ഒന്ന് സഹായിച്ച് അവിടെ ഒരു പായസമൊക്കെ കുടിച്ച് ഒന്നിച്ച് സദ്യ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം കറങ്ങാനൊക്കെ പോവാ. അതൊക്കെ തന്നെ ഓണം. അല്ലാതെ കൊണ്ട് ബീവറേജ് കൊണ്ട് പൈസയും കൊടുത്ത് രണ്ടടിച്ച് മൂലൊക്കെ നിന്നിട്ട് ഇതൊക്കെയാണ് ഓണങ്ങളെ. കഷ്ടപ്പെട്ട കാര്യമൊക്കെ ഇത് പറയാനോ വന്ന്. അല്ലയ്യേ, എന്താ തേങ്ങയോ മാങ്ങയോ അതൊക്കെ ചെയ്യാല്ലേ? തേങ്ങ കായിക്കൊണ്ട് കാര്യം ചെയ്യും. ഞാനൊക്കെ പോയി ചെയ്തോട്ടോ. ഞാൻ നമുക്കൊരു ജവാൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിക്ക് പറഞ്ഞ് നമുക്ക് മുകേഷേട്ടനും കൂടി വിളിക്കാം. അപ്പൊ അതിനൊന്ന് പറയാൻ വേണ്ടി വന്നതാ. അപ്പൊ ഈ ഇത്ര മാന്യനായി ഞാൻ അറിഞ്ഞില്ല. നമുക്ക് അല്ല ഓള് വിളിക്കുന്നുണ്ട്. തേങ്ങ അതാ കൊണ്ടുപോയിക്കോ. തേങ്ങ ഉണ്ട്. അതാ പോന്നാല്. അല്ല ഈ ചങ്ങ എങ്ങോട്ടാ? എങ്ങോട്ട്? ഏ സാധനോ? ജവാന്. എന്നാ പോര്. അല്ലത് പറയണ്ടേ? വാ. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി ഓണം.